നിങ്ങൾക്കറിയാമോ, പെപ് ഗാർഡിയോള കോൾ പാൽമറിന്റെ കരിയർ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതെ, കോൾ പാൽമർ ആദ്യമായി സിറ്റിക്ക് വേണ്ടി കളിച്ചു തുടങ്ങിയപ്പോൾ മികച്ച പ്രകടനം നടത്തിയിട്ട് പോലും കൂടുതൽ അവസരങ്ങൾ താരത്തിന് നിഷേധിച്ചിരുന്നു. താരത്തിനോട് ഗാർഡിയോള പറഞ്ഞത് അടുത്ത വർഷം നിന്റെ സമയമായിരിക്കുമെന്നും ക്ഷമയോടെ ഇരിക്കുവാനുമായിരുന്നു. എന്നാൽ അടുത്ത വർഷത്തിലെ സീസണിലെ ആദ്യ മത്സരത്തിൽ സിറ്റി സെവിയയോട് പുറകിൽ നിന്നപ്പോൾ അവസാന നിമിഷം കോൾ പാൽമർ നേടിയ ഹെഡർ ഗോൾ സിറ്റിയെ സൂപ്പർ കപ്പ് വിജയിക്കുവാൻ സഹായിച്ചു. തുടർന്ന് നടന്ന കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരത്തിൽ സിറ്റി ആഴ്സണലിനോട് പുറകിൽ നിന്നപ്പോൾ കോൾ പാൽമർ നേടിയ അതിശയിപ്പിക്കുന്ന ഗോൾ മത്സരം പെനാൽറ്റിയിൽ എത്തിച്ചു. എല്ലാരും വിചാരിച്ചത് പാൽമർ അടുത്ത മെഹറസ് ആയിരിക്കുമെന്നായിരുന്നു. എന്നാൽ ഗാർഡിയോള ജെർമി ഡോക്കുവിനെയും മത്തയസ് ന്യൂനസിനെയും ടീമിലെത്തിച്ച് പാൽമറെ പുറത്താക്കുകയും ലോണിൽ പോകുവാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ കോൾ പാൽമർ പറഞ്ഞത് ഞാൻ ലോണിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ക്ലബ്ബ് വിടണമെന്നുമായിരുന്നു. അങ്ങനെയാണ് താരം ചെൽസിയിലെത്തുന്നതും.